നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾക്ക് ഇന്ന് വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള അഖില എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിജി ഇസ്രയേൽ സന്ദർശിച്ച സമയത്ത് അഖിലയ്ക്ക് വലിയൊരു അനുഗ്രഹം നേടാനായി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ആദ്യം ചെറിയൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. കണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്ന നരേന്ദ്രമോദിജി കൈ തലയിൽ വെച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന ആ പെൺകുട്ടിയാവാൻ കിട്ടിയ വലിയ ഭാഗ്യം നമ്മുടെ പ്രിയപ്പെട്ട അഖിലയ്ക്ക് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള അഖിലയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജി ഇസ്രായേലിലേക്ക് ചെന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു വിശേഷങ്ങൾ തന്നെയാണ് അഖില നമ്മളുമായി പങ്കുവെക്കുന്നത്. അഖില, ചാനലിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. നോക്കൂ, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായിട്ട് ഇടപഴകുക, അദ്ദേഹത്തെ ഒന്ന് തൊടുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പരമൊരു ആഹ്ലാദം, അനുഗ്രഹം വേറെ ഇല്ല എന്നുള്ളതാണ്. അഖിലയുടെ തലയിൽ നരേന്ദ്രമോദിജി കൈവച്ച് അനുഗ്രഹിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നരേന്ദ്രമോദിജി അത് പോസ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥ വരെ ഉണ്ടായി, അല്ലെ അഖില? എങ്ങനെയാണ് അഖില ആ നിമിഷങ്ങളെ നോക്കി കാണുന്നത്? അയ്യോ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും എന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഈ വീഡിയോ പോസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു പ്രധാനമന്ത്രി കണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്തിനിങ്ങനെ കരഞ്ഞിട്ട് ആൾക്കാർ അറ്റൻഷൻ കിട്ടാനാണോ, നാടകമാണോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അതിനൊരു വ്യക്തമായിട്ടൊരു ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഓരോ വ്യക്തികളും ആരാധിക്കുന്ന ഓരോ ഈശ്വരന്മാരുണ്ട് അല്ലെ? അതുപോലെ എന്റെ ദേവനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അയോധ്യയിൽ ഉപവിഷ്ടനാക്കിയ യോഗി വര്യനാണ് അദ്ദേഹം. യുഗപുരുഷനാണ് അദ്ദേഹം. അദ്ദേഹത്തെ എന്റെ കൺമുന്നിൽ കാണുക, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുക, ഒന്ന് തൊടാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. അതൊക്കെ എനിക്ക് എന്റെ മുന്നിൽ ആ യുഗപുരുഷൻ വന്ന് നിൽക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ അല്ലാതെ മറ്റെന്താണ് വരേണ്ടത്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ കരയേണ്ട കാര്യമില്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ പ്രധാനമന്ത്രിയെക്കാട്ടിലുപരി ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഉള്ളിലെ യുഗപുരുഷനാണ് അദ്ദേഹം, യോഗി വര്യനാണ് അദ്ദേഹം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ കരഞ്ഞു പോകും. ഇങ്ങനെ ഒരു അവസരം ഇന്ത്യൻ എംബസി വഴിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ഇസ്രയേൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഷൈനി ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയുണ്ട്. നമുക്ക് വേണ്ടി കവലാബോദിലൊക്കെ പോയി സംസാരിക്കുന്ന ചേച്ചിയാണ്. ചേച്ചിയുടെ അടുത്ത് എംബസിന്ന് വിളിച്ചിട്ട് ജെറുസലേമിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു 15 പേരുടെ പേര് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് ചേച്ചിയുടെ നമ്മുടെ സുഹൃത്തായ ആശി ചേച്ചിനെ വിളിക്കുകയുണ്ടായി. അപ്പൊ ആശി ചേച്ചിക്ക് വേറെ ഇഷ്ടംമാതിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത് എന്റെ പേരാണ്. കാരണം ഇത്രത്തോളം ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക്. ഫസ്റ്റ് ചേച്ചി എന്റെ പേര് എഴുതി കൊടുത്തതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ചേച്ചി പറയുന്നുണ്ട്, മോദിജി വരുന്നുണ്ട്, അപ്പൊ എംബസിന്ന് ഒരു 15 പേരുടെ പേര് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ നിന്റെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോകാൻ പറ്റുമോ ചേച്ചി, കാണാൻ പറ്റുമോ അദ്ദേഹത്തെ എന്ന് പറഞ്ഞു, അത് നിനക്ക് അതിന് യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്കത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞാൻ 2-3 ദിവസം ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. വീട്ടിലൊക്കെ അച്ഛൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ മോദിജി വരുന്നുണ്ട് അച്ഛാ, ഞാൻ കാണാൻ പോവാ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തെ ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും, അദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ ടാറ്റ തന്നിട്ട് പോവും, അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ 10-15 പേരുമായിട്ട് അവിടെ ചെല്ലുന്നു. നല്ല സെക്യൂരിറ്റി, ടൈറ്റ് സെക്യൂരിറ്റി ആണ്. അപ്പം നമ്മള് 2 വിഭാഗമായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അകത്തും പുറത്തുമായിട്ട് ഇങ്ങനെ 2 ക്യൂവിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മൊമെന്റിൽ നമുക്കിങ്ങനെ അറിയിപ്പ് വരുന്നുണ്ട് അദ്ദേഹം വരുന്നുണ്ടെന്ന്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എനിക്ക് സത്യത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഹൃദയമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടിച്ച് തലയൊക്കെ ഇങ്ങനെ കറങ്ങി വരുന്നു. സത്യത്തിൽ എനിക്ക് എന്റെ കൂടെ നിന്നവർ പറഞ്ഞത്, ഹൗ ഓൾഡ് ആർ യു സിനിമയില് രാഷ്ട്രപതിയെ കാണാനായിട്ട് മഞ്ജു വാര്യര് പോകുമ്പോ തല കറങ്ങി വീഴുന്ന ഒരു സീനില്ലേ, എക്സാക്ട് അങ്ങനെ ഉണ്ടാവുമെന്ന് പേടിച്ചു. കൈയും കാലും ഒക്കെ ഇങ്ങനെ നടുങ്ങി വിറയ്ക്കുവാണ്. എന്ന് വെച്ചാൽ എന്റെ ആരാധ്യ ദേവൻ അവിടെ വരാൻ പോവാണ്. ആ ഒരു മൊമെന്റ് എത്ര വർണ്ണിച്ചാലും എനിക്ക് മതിയാവില്ല കേട്ടോ.
ഞാനിങ്ങനെ അദ്ദേഹത്തെ കണ്ട നിമിഷം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നിമിഷം എന്റെ കണ്ണിൽ നിന്ന് ഞാൻ കരഞ്ഞുപോയി. ഞാൻ അങ്ങ് നിലവിളിച്ചു. എല്ലാവരും ഭാരത് മാതാ കി ജയും വന്ദേ മാതരവും വിളിച്ച് കരയുമ്പോ എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോ ജയ് ശ്രീറാം വിളിക്കാനാണ് തോന്നിയത്. ഞാൻ അവിടെ നിന്ന് ഉറക്കെ ജയ് ശ്രീറാം വിളിച്ച് കരഞ്ഞുപോയി. എന്റെ മനസ്സിൽ ഞാനൊന്ന് നേരത്തെ അയോധ്യ നമ്മുടെ രാമക്ഷേത്രത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭു, കുഞ്ഞായിരിക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കൺമുന്നിൽ അതാണ് വന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്നൊരു ജയ് ശ്രീറാം എന്ന് വിളിച്ചു കേട്ടോ. അപ്പൊ അദ്ദേഹം എല്ലാരെയും ഇങ്ങനെ നോക്കിയിട്ട് അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്ദേ മാതരം ബോലോ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇതുണ്ടാവുന്നു. പെട്ടെന്ന് അദ്ദേഹം അടുത്ത് വന്നു. ഞാൻ കരയുന്ന കണ്ടിട്ടായിരിക്കണം പെട്ടെന്ന് അദ്ദേഹം എന്റെ തലയിൽ ഇങ്ങനെ കൈതൊട്ട് അനുഗ്രഹിച്ചു. അപ്പോഴത്തേന് ഞാൻ വീണ്ടും കരയുന്നുണ്ട്. രണ്ടാമതും എന്നെ അനുഗ്രഹിച്ചു. അതോടെ എന്റെ ജന്മം സഫലമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്ര സന്തോഷമായിരുന്നു. ഇപ്പൊ ഒരു യുദ്ധത്തിന്റെ മുഖത്ത് നിൽക്കുകയാണ് വീണ്ടും ഇസ്രയേൽ മാത്രമല്ല ലോകം തന്നെ ഒരു യുദ്ധത്തിന്റെ മുഖത്ത് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ ഭാരതവും ഇസ്രയേലും ആ ഒരു വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നരേന്ദ്രമോദിജി അവിടെ പോന്നതിന് ശേഷം തന്നെ യുദ്ധം തുടങ്ങി എന്നുള്ളത് നമ്മൾ ഇന്ന് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു സുഹൃത്ത് ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ വന്ന അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്തൊക്കെ വളരെ വികാരപരമായിട്ടുള്ള യാത്രയപ്പൊക്കെയാണ് അദ്ദേഹത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ കൊടുത്തത്. അതേപോലെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ വന്നത് കാവി ഡ്രസ് അണിഞ്ഞുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി വിവരിക്കുന്നതും ഒക്കെ കണ്ടു. അതൊക്കെ എങ്ങനെയാണ് അഖില നോക്കിക്കണ്ടത്? ഞാനത് എന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ ആ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ മോദിജി വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആദരണീയനായ ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ വൈഫും സാറയും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാം ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാല് കാവി തരത്തിലുള്ള ഒരു കോട്ടും പാന്റും ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പം മോദിജി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ ബിബി ബിബി എന്ന് വിളിച്ചിട്ടാണ് മോദിജി വരുന്നത്. അപ്പൊ നമ്മുടെ ബിബി എന്നാണല്ലോ ബെഞ്ചമിൻ നെതന്യാഹുവിനെ എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നോക്ക് നീ സാറായിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കണം. അപ്പം നമ്മുടെ മോദിജിയുടെ പോക്കറ്റിൽ ചെറിയൊരു ഷോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഓറഞ്ച് കളറിൽ. സെയിം കണ്ടോ ഡ്രസ്സ് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബിബി. അയ്യോ അതെന്തൊരു ക്യൂട്ട് ഒരു മൊമെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ സന്ദർശനവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ചുപോയി. വൈകാരിക നിമിഷമായിട്ടാണ് അത് തോന്നിയത്. തിരിച്ചു പോകുന്ന സമയത്ത് ശരിക്കും അതൊരു ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഹഗ് ചെയ്യാറുണ്ട്, ഉമ്മ കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ടോ? അദ്ദേഹം അത്രത്തോളം നമ്മുടെ ഭാരതത്തെയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും സ്നേഹിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു അടയാളമാണ്. വികാരഭരിതനായിട്ട് അദ്ദേഹം ഇങ്ങനെ ടാറ്റയൊക്കെ കാണിച്ചിട്ട് പോകുന്ന സമയത്ത് ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞത് ഏവരും ആഗ്രഹിക്കുന്ന വിശേഷപ്പെട്ട ഹഗ് എനിക്കും കിട്ടി എന്നാണ് പറയുന്നത്. അപ്പം മോദിജിയെ എപ്പോഴും പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നരേന്ദ്രൻ എന്ന് പറയുന്നു. ഇപ്രാവശ്യം പാർലമെന്റിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം എന്റെ സുഹൃത്തല്ല, എന്റെ സഹോദരനാണെന്ന്. അപ്പൊ എപ്പോഴും നമ്മളൊരു സഹോദര സ്ഥാനത്താണ് ഇസ്രയേൽ നിൽക്കുന്നത്. നമ്മുടെ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ഒരു സഹോദര ബന്ധമാണെന്ന് നമ്മൾ എപ്പോഴും ചാനലുകളിൽ കാണുന്നതാണ്. ഇവിടുത്തെ പല പാർലമെന്റിലും പിന്നെ ബിബി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യവും അങ്ങനെയാണ്. നമ്മുടെ സഹോദര രാജ്യമാണ് ഇസ്രയേലിലെ ലോകത്തെ ഇസ്രയേൽ ജനത പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അഭയം നൽകിയ രാജ്യമാണ്. ഇപ്രാവശ്യം അത് തന്നെ പറയുകയുണ്ടായി. ലോകത്ത് ഇസ്രയേൽ ജനത പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇസ്രയേൽ ജനതയെ ഒരു വാക്കുകൊണ്ടും നോവിക്കാത്ത ഒരേ ഒരു രാജ്യം അത് ഭാരതമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഭാരതത്തിൽ ജനിച്ചു എന്നുള്ളത് എനിക്ക് എത്രത്തോളം അഭിമാനകരമാണ്. നമ്മൾ ഓരോ സംസ്കാരത്തെയും ഓരോ ജനതയും എത്രത്തോളം സ്വീകാര്യതയോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്, എത്രത്തോളം നമ്മൾ അവർക്ക് നമുക്ക് നമ്മളിൽ നിന്ന് കണ്ടു പഠിക്കാൻ മറ്റുള്ള രാജ്യക്കാർക്ക് മാതൃകയാവുന്ന തരത്തിലാണ് എപ്പോഴും നമ്മുടെ ഭാരതം നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ വൈകാരിക നിമിഷമാണ്. അപ്പൊ ഈ പോകുന്ന സമയത്ത് അദ്ദേഹം ഹഗ് വാങ്ങിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും കിട്ടുന്ന ഹഗ് എനിക്കും കിട്ടി, എല്ലാവരും കൊതിക്കുന്ന ഹഗ് എനിക്കും കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഉമ്മ കൊടുക്കുന്നുണ്ട് മോദിജിക്ക്. ഇത് കാണുമ്പോൾ ഒരു ഇന്ത്യക്കാരി എന്നുള്ള നിലയിൽ എത്രത്തോളം നമ്മൾ അഭിമാനിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ
പലതരത്തിലുള്ള പങ്കാളിത്തങ്ങൾ ഉണ്ട്. എപ്പോഴും ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കൂടെ നിൽക്കുന്ന രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ നിൽക്കാറുണ്ട്. നയതന്ത്രപരമായിട്ടുള്ള പല കാര്യങ്ങളും, ആയുധപരമായിട്ടുള്ള പല കാര്യങ്ങളിലും, ഇപ്പൊ AI സാങ്കേതിക വിദ്യയിലും കൃഷിയിലും ഒക്കെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഒരു പങ്കാളിത്തം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിട്ടാണ് ഈ മോദിജിയുടെ ഈ സന്ദർശനം വഴി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ വരും കാലങ്ങളിൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ധാരാളം മേഖലകളിൽ വലിയ തോതിലുള്ള ഒരു പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും വളർച്ചയ്ക്ക് ഏറ്റവും മനോഹരമായ ഒരു ഉടമ്പടി ഉടലെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതിലൂടെ. നമുക്കറിയാം, ഇസ്രായേൽ പറഞ്ഞ ഒരു വചനമുണ്ട്. അതായത്, ഭാരതത്തെ ആക്രമിക്കുന്നവർ ഇസ്രായേലിനെ കൂടി ആക്രമിക്കേണ്ടി വരും, ഞങ്ങളുടെ സഹോദരരെ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭാരതം എത്രത്തോളമാണ്, നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇസ്രായേലുമായിട്ടുള്ള ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾക്കറിയാം. പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക സമൂഹം എല്ലാവരെയും അടച്ചു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. ഞാൻ പറയാൻ പറ്റുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇവരുടെ മുക്കിനും മൂലയ്ക്കുമുള്ള എല്ലാ പള്ളികളിൽ പോലും ഇസ്രായേലിനെതിരെ നടക്കുന്ന പ്രചാരണവും അതുപോലെ പള്ളികൾക്കുള്ളിൽ ഇസ്രായേലിനെതിരെയുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മലപ്പുറവാസി എന്നുള്ള നിലയ്ക്ക് കൊണ്ട് തന്നെ എനിക്കിത് പറയാൻ പറ്റും. എല്ലാ മുസ്ലിം സഹോദരങ്ങളും ഈ പറയുന്ന ഇസ്രായേലിനെതിരെ തന്നെയാണ് അവരുടെ മനസ്സുകൊണ്ടാണെങ്കിൽ പോലും. പക്ഷെ ഭാരതത്തെ ഒരു സഹോദര രാജ്യമായി കാണുന്ന ഇസ്രായേൽ, ഭാരതത്തിന് എന്ത് ആപത്ത് വരുമ്പോഴും സഹായിക്കുന്ന ഇസ്രായേൽ, ആ ഇസ്രായേലിനെ നമ്മൾ ഇങ്ങനെയാണോ കാണേണ്ടത്? എങ്ങനെയാണ് ഇനി ഇവർക്ക് ഒരു ചിന്ത വരിക? കാരണം രാജ്യമാണ് ആദ്യം, അല്ലാതെ മതമല്ല ആദ്യം എന്നുള്ള ചിന്ത. എങ്ങനെയാണ് അഖില അത് നോക്കിക്കാണുന്നത്? അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ മുസ്ലിംസിനെയും ഞാൻ ആക്ഷേപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്റെ കൂടെ പഠിച്ച മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. 5 നേരം നിസ്കരിക്കുന്ന, നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന, വ്രതാനുഷ്ഠാനം ചെയ്യുന്ന ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരൊക്കെ എന്നും തീവ്രവാദത്തിനെതിരെയാണ്. ഒരിക്കലും നമ്മുടെ രാജ്യത്തിനെതിരെയോ, ഞാൻ ഒരിക്കലും ഒരു മതത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. തീവ്രവാദം ഒരു കാലത്ത് നിലനിൽക്കില്ല. തീവ്രവാദം എക്കാലവും തച്ചുടയ്ക്കപ്പെടേണ്ട ഒന്നാണ്. എല്ലാവരും സാഹോദര്യത്തിലും സന്തുഷ്ടതയിലും സമാധാനത്തിലും കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അപ്പൊ എന്റെ കൂടെ പഠിച്ച കുറെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. തീവ്രവാദം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ഈ യുദ്ധത്തോടെ ഞാൻ തീർന്നു കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഞാൻ ഇസ്രായേലിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് തീവ്രവാദത്തിനെതിരെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു ബോംബെങ്കിലും നിന്റെ തലയിൽ വീണ് നീ ചാകുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരുപാട് പേര്, അതായത് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ വ്യക്തിഹത്യ, എന്റെ കുടുംബത്തിനെ കയറി പറയുക, എന്നെ പറയുക, ഇത്തിരി ഇല്ലാത്ത കുഞ്ഞു മക്കളെ പോലും, നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ വരെ പറയുക, അതൊക്കെ ഉണ്ട്. ഒരുപാട് പേര് തീവ്രവാദം കൊണ്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ നല്ല കുറെ സുഹൃത്തുക്കളുണ്ട്. അവര് ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇറാനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവര് നമ്മുടെ മതമല്ല അവർ നോക്കുന്നത്, സൗഹൃദമാണ് നോക്കുന്നത്. നീ സേഫ് അല്ലേ, നീ ഓക്കെ അല്ലേ, നീ ഭക്ഷണം കഴിച്ചോ, ഓക്കെ സേഫ് ആയിട്ടിരിക്കും. അവിടെ വേറെ മതമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ മുസ്ലിംസ് ആണ്, അവർക്ക് വേണമെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാം. കാരണം അവരും തീവ്രവാദം എതിർക്കുന്നുണ്ട്. ഈ പറയുന്ന മുസ്ലിം എന്ന് പറയുന്ന തീവ്രവാദ കൂടെ കൊണ്ട് നടക്കുന്ന ജിഹാദി മുസ്ലിങ്ങളാണ് ഇറാന്റെ ഈ ഭീകരതയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പല പള്ളികളിലും ഈ ഖമേനിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് തീവ്രവാദം സപ്പോർട്ട് ചെയ്യുന്ന ഇറാന്റെ പ്രഥമ പൗരനായ ഖമേനിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അവര് പ്രസംഗങ്ങളും ഘോരമായിട്ട് റാലികളും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. കാരണം അവര് നിൽക്കുന്നത് ഭാരതത്തിലാണ്. ഭാരതം അവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രി അല്ല നരേന്ദ്ര മോദി എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അവിടെ ഒരു മതം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതം നമ്മൾ നോക്കണ്ട. എല്ലാവർക്കും ആദരണീയനായ പ്രിയപ്പെട്ട മോദിജി വന്നപ്പോഴും ഇവിടെ എല്ലാവരും, നമ്മുടെ ഹിന്ദുക്കൾ മാത്രമല്ല അദ്ദേഹത്തെ കാണാൻ പോയതല്ലേ, എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. തീവ്രവാദം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് അദ്ദേഹത്തെ അത്ര ദഹിക്കണമെന്നില്ല. കാരണം അദ്ദേഹമായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയാലും തീവ്രവാദത്തെ എപ്പോഴും എക്കാലവും ശക്തമായിട്ട് എതിർക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്നെ പോലുള്ള സാധാരണക്കാരും തീവ്രവാദികളെയും തീവ്രവാദത്തെയും അത്രത്തോളം എതിർക്കുന്ന ആൾക്കാരാണ്. അല്ലാത്ത കുറെ മുസ്ലിം സഹോദരങ്ങൾ നമുക്കുണ്ട്. അവര് എപ്പോഴും നമ്മുടെ ക്ഷേമം അന്വേഷിക്കാറുണ്ട്, നല്ലതായിട്ടിരിക്കട്ടെ എന്ന് പറയാറുണ്ട്. പിന്നെ സാധാരണ കുട്ടികള് ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെയും ഇവിടെയും നാശനഷ്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. സിവിലിയൻസിനെ ബാധിക്കാത്ത തരത്തിലാണ് ഇസ്രായേൽ എപ്പോഴും ആക്രമണം നടത്തുന്നത്.
ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായിട്ട് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അവരുടെ കെട്ടിടങ്ങളും അവരുടെ പ്രധാനപ്പെട്ട ഓഫീസേഴ്സിനെ കമാൻഡോസിനെ ഒക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് നോക്കിയിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. പക്ഷെ അവരങ്ങനെയല്ല, മസീവ് അറ്റാക്ക് ഇങ്ങോട്ട് അഴിച്ചുവിടുമ്പോൾ സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടത്തേക്കാണ് അവര് ആക്രമണം അഴിച്ചുവിടുന്നത്. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, ഇസ്രയേലിന്റെ ഡിഫൻസ് സിസ്റ്റം അത്രയും ശക്തവും മികവുറ്റതും ആയതുകൊണ്ട് നമുക്കതിനെതിരെയൊക്കെ തടയിടാൻ പറ്റുന്നുണ്ട്. നമുക്ക് സിവിലിയൻസിനെ ഇവിടെ കാര്യമായിട്ട് യാതൊന്നും ബാധിക്കാറില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇസ്രയേലിൽ എന്തെങ്കിലും സിവിലിയൻസ് മരിക്കുന്നതെന്ന് നിങ്ങൾ കാണുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ന്യൂസുകൾ വെറും, അതായത് ഈ ഓൺലൈൻ ന്യൂസുകാർ പടച്ചുവിടുന്നതല്ല, ഒഫീഷ്യൽ പേജുകളിൽ വരുന്ന ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഇറാൻ നമ്മുടേക്ക് അയക്കുന്ന മിസൈല് ദിശ തെറ്റി അവരുടെ ഇടയിലേക്ക് തന്നെ വന്ന് വീണിട്ട് അവർക്ക് സിവിലിയൻസിന് അറ്റാക്ക് ഉണ്ടാവുമ്പോൾ അത് ഇസ്രയേൽ നടത്തിയതാണെന്നുള്ള രീതിയിൽ പരാമർശിച്ചുകൊണ്ട് ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നാഷണൽ ചാനലുകൾ, വേൾഡ് വൈഡ് ചാനലുകളെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം ഇറാനിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള മതനിയമം എത്രത്തോളം ക്രൂരമാണ് എന്നുള്ളതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തിനെതിരെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ നൃത്തം ചെയ്യുന്ന ആ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതം തന്നെയാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ തീവ്രവാദ ചിന്താഗതിയുള്ള, കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള തീവ്രവാദ ചിന്താഗതിയുള്ള ഈ ഇസ്ലാമിസ്റ്റുകളൊക്കെ ഇസ്രായേലിനെതിരെ കുറ്റം പറയുമെങ്കിലും, അതല്ലെങ്കിൽ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും ഇറാനിലുള്ള ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കൃഷിയിടമായി കാണുക, അതല്ലെങ്കിൽ സ്ത്രീകൾ വെറും ഭോഗവസ്തുവാണ് എന്ന രീതിയിൽ മാത്രം കാണുന്ന ഒരു ഭരണവർഗം, തീവ്ര മതവാദികൾ ഭരിക്കുന്ന ഒരു ഭരണം, ആ ഭരണത്തിനെതിരെ ലോകം ഒന്നിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നി. അവിടുത്തെ തെരുവുകളിൽ സ്ത്രീകൾ ആടിയും പാടിയും നൃത്തം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം. കാരണം അവിടുത്തെ തീവ്രവാദ ഭരണത്തിനെതിരെ അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എത്രത്തോളം അസംതൃപ്തി ഉള്ളവരാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം അഴിച്ചുവിടുമ്പോൾ തെരുവുകളിൽ കിടന്ന് നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ, ആടിയും പാടിയും വളരെ സന്തോഷകരമായിട്ട് നൃത്തം ചെയ്യുന്ന വീഡിയോസ് ഞാനിപ്പോ എന്റെ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് നാഷണൽ ചാനലുകൾ വന്ന ഒരു വീഡിയോ ആണ് ഞാനെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് ഭീകരവാദം ഇല്ലാതായി കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ഒരു ഭോഗവസ്തുക്കളായിട്ട് മാത്രം അവരെ കാണുന്ന മതഭ്രാന്തന്മാര് ഭരിക്കുന്ന ഇറാനിൽ നിന്ന് അവർക്ക് ഇനി സ്വാതന്ത്ര്യത്തിന്റെ കാലമാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇസ്രയേല് ഇറാന് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ടാണല്ലോ ഈ യുദ്ധം ചെയ്യുന്നതെന്ന് പോലും. കാരണം അവിടുത്തെ സാധാരണ സിവിലിയൻസിന്റെ പല ആൾക്കാരും ഇസ്രയേലിലെ പല സിവിലിയൻസുമായിട്ട് കോണ്ടാക്ട് ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ ഈ റീജിയനിൽ നിൽക്കുന്ന പല ആൾക്കാരുമായിട്ട് നമുക്കും കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അവർ പറയാറുണ്ട്, ഇറാനിലുള്ള നമ്മുടെ സൗഹൃദങ്ങളുണ്ട്, കുറെ സുഹൃത്ത് ബന്ധങ്ങളുണ്ട് നമുക്ക്. അവരൊക്കെ പറയുന്നത് എന്നാണ് ഇസ്രയേല് ഇറാന് നേരെ ഒരു ആക്രമണം അഴിച്ചുവിടുന്നത്, അതും കാത്തിരിക്കുന്നതാണ്, അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അങ്ങനെ ഒരു ഇത് വന്ന് ഈ ഖമേനിയെ പോലുള്ള തീവ്രവാദ മനോഭാവമുള്ള രാഷ്ട്ര നേതാക്കൾ ഈ രാഷ്ട്രത്തിൽ നിന്ന് പോയാൽ മാത്രമേ ഇറാൻ ജനത ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, അവിടുത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടത്തുള്ളൂ. അവിടെ പുരുഷന്മാര് മാത്രമാണ് എല്ലാം തികഞ്ഞവർ, സ്ത്രീകൾ എല്ലാവരും വളരെ അസഹിഷ്ണുതയോടെ അസംതൃപ്തിയിൽ കഴിയുന്ന ആൾക്കാരാണ്. ഈ തീവ്രവാദി രാഷ്ട്ര നേതാവ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വരും കാലങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിനെ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ യുദ്ധമായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷം കൊണ്ടാണ് അവർ തെരുവുകളിൽ അടിയും പാടി നൃത്തം ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറാന്റെ പ്രധാനപ്പെട്ട നേതാവ്, കമാൻഡോ ഓഫീസർ, ആളുടെ പേര് അമീർ ഹത്താമി എന്നാണ്. ആളെ ഇസ്രയേലിന്റെ നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മരണ വാർത്ത അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആടിയും പാടിയും അത് സന്തോഷത്തോടെ എതിരേൽക്കുക. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു കമാൻഡർ, അവരെ സംബന്ധിച്ച് പറയണ കമാൻഡർ ഓഫീസർ മരണപ്പെട്ട് കഴിയുമ്പോൾ ആ മരണത്തിൽ ആടിയും പാടിയും നൃത്തം ചെയ്യുന്ന ഒരു ജനത, അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ ആ ഒരു എത്രത്തോളം ഭീകരവാദികളായിട്ടുള്ള ആൾക്കാർ എത്രത്തോളം ഇവരെ ദ്രോഹിക്കുന്നുണ്ട്, സാധാരണ ജനങ്ങളിൽ എത്രത്തോളം അവരുടെ ഭീകരവാദം അടിച്ചമർത്തി ഏൽപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇവരുടെ ഇപ്പോഴത്തെ സന്തോഷം കാണുമ്പോൾ മനസ്സിലാവും. ഒരു കമാൻഡോ ഓഫീസർ ഒരു സിവിലിയൻ മരിച്ചാൽ പോലും, നമ്മുടെ രാജ്യത്തിന്റെ ഒരു സിവിലിയൻ മരിച്ചാൽ പോലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാൻ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അയ്യോ മരിച്ചില്ല, ആ ഒരു വിഷമമാണ്.
അവിടുത്തെ ഒരു കമാൻഡോ ഓഫീസർ മരിച്ചപ്പോഴത്തേന് ആൾക്കാർ ആരവമായി പിന്നെ പുഷ്പവൃഷ്ടി നടത്തുന്നു, ഇസ്രയേലിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നു, തെരുവുകളിൽ നൃത്തം ചെയ്യുന്നു. തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്ന പോലെ സാധാരണ ഇറാനിയൻ പൗരന്മാർ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഇസ്രയേലിന് ഇറാന് നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. തീവ്രവാദത്തെ തീർച്ചയായിട്ടും തച്ചുടയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാന്യപ്രേക്ഷകരെ കേട്ടല്ലോ. ഇവിടെ നമ്മൾ യുദ്ധവുമായിട്ട് കൂട്ടിക്കലർത്തുന്നില്ല. കാരണം ഇത് വലിയൊരു നിമിഷം, വലിയൊരു ഭാഗ്യം കിട്ടിയ, ആ ഭാഗ്യം നേടിയ മലയാളി വനിതയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ കേരളത്തിലെ കരുനാഗപ്പള്ളിയിലുള്ള അഖില ഇസ്രയേലിൽ ജോലി ചെയ്യുന്നു. നരേന്ദ്രമോദിജി ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വലിയ അനുഗ്രഹം നേടാൻ, കാരണം ഭാരതത്തിലുള്ള നമ്മൾക്ക് പോലും കിട്ടാത്ത വലിയൊരു അനുഗ്രഹമാണ് അഖില നേടിയിട്ടുള്ളത്. അത് മാത്രം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് യുദ്ധവിശേഷങ്ങളിലേക്ക് പോയി എന്ന് മാത്രം ഉള്ളൂ. എന്തായാലും അഖില വലിയ വലിയ ഭാവുകങ്ങൾ. നരേന്ദ്രമോദിജിയുടെ അനുഗ്രഹം കിട്ടിയ ലോകത്തെ വളരെ വിരളമായിട്ടുള്ള യുവതികളിൽ, അതല്ലെങ്കിൽ ആളുകളിൽ അത്രയും പ്രാധാന്യപ്പെട്ട പ്രഷ്യസ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗംഭീരമായിട്ട് തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ജയ് ശ്രീറാം.